നമുക്കെല്ലാ കാലവും യൗവനമായിരിക്കില്ല. ഓൾഡർ ഏജ് അങ്ങനൊരു പ്രായമുണ്ട്. നമുക്ക് പ്രായമാകുമ്പോൾ മക്കൾ നമ്മളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേണ്ട സൗകര്യങ്ങൾ കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ഒരു ജനസമൂഹം ഇവിടെ വളർന്നു വരികയാണ്. അതിന് വ്യത്യസ്തമായിട്ട് ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ഓൾഡ് ഏജ് കെയർ ഹോമുകളാണ്. എന്ത് ക്വാളിറ്റി സർവീസാണ് അവിടെ കിട്ടുന്നതെന്ന് ഞാനിവിടെ ഡെലിവറി ബോയ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ കൊതിക്കുന്ന ജീവിതമാണ് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമുകളിൽ പലതിലും. അതുപോലെ എല്ലാ വീക്കെൻഡിലും ഫാമിലിക്ക് വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഫാമിലി ബിസി ആയിട്ടുള്ള ലൈഫിൽ നമ്മളിപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, 9 to 5 വർക്കിന് പോകുന്ന കുട്ടികളും പേരൻസ് വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ അങ്ങനെ അതൊരു സോഷ്യലി മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ അതൊരു മോശമല്ല. വളരെ ഹാപ്പി ആയിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ കൂടെ ജീവിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കൂടെ ജീവിക്കുന്നത് നല്ലതാണ്, അങ്ങനെ പ്രിഫർ ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്യുന്നവർ അവിടെയുമുണ്ട്. പക്ഷേ ഈ ഓൾഡ് ഏജിന് കിട്ടുന്ന ആ ഒരു പരിഗണന, അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലാണ്, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കൂടുതലാണ്. സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, PF ഇല്ലേ. അപ്പോൾ പെൻഷൻ ഫണ്ടൊക്കെ വളരെ നന്നായി അവിടെ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വെറുതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യല്ല, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗം കൂടിയാണത്. അങ്ങനെ 60-ാം വയസ്സിൽ അവർക്ക് ശരിക്കും നല്ല ഒരു ക്വാളിറ്റി ഓഫ് ലൈഫോടെ റിട്ടയർ ചെയ്യാൻ സാധിക്കുന്നു. അവർ ക്രൂയിസ് ഷിപ്പുകളിൽ യാത്ര ചെയ്യുന്നു, ലോകം കറങ്ങുന്നു, നല്ല ഫുഡ് കഴിച്ച് ജീവിക്കുന്നു, കൂട്ടുകാരുമൊത്ത് സമപ്രായക്കാരുമൊത്ത് നല്ല ലൈഫ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ശരിക്കും നമ്മുടെ ഓവറോൾ ലൈഫിനെ ക്വാളിറ്റി വളരെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്.